കേരളത്തിൽ ബി.ജെ.പി. ആദ്യമായി അക്കൗണ്ട് തുറന്നത് നേമത്താണ്. 2016-ൽ CPM-ന്റെ സിറ്റിംഗ് MLA വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയാണ് ഒ രാജഗോപാൽ നിയമസഭയിലെത്തിയത്. ബി.ജെ.പി.യുടെ ആ വിജയത്തിൽ ഇന്നും പഴികേൾക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതിൽ കാര്യമില്ലാതെയുമില്ല. UDF-ന് അന്ന് 13,000-ഓളം വോട്ടുകൾ മാത്രമാണ് നേടാനായത്. ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തതാണ് കോൺഗ്രസിന് അന്ന് വിനയായത്. എന്നാൽ 2021-ൽ ബി.ജെ.പി.യുടെ അക്കൗണ്ട് പൂട്ടി. അവിടെ വിജയിച്ചത് ശിവൻകുട്ടിയാണെങ്കിലും വിജയിപ്പിച്ചത് കോൺഗ്രസ് ആയിരുന്നു. കെ മുരളീധരനെ പോലെ ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി തങ്ങളുടെ വോട്ട് മുഴുവൻ പെട്ടിയിലാക്കിയപ്പോൾ ബി.ജെ.പി. പൊട്ടി. തൻ്റെ വിജയത്തിൽ കെ മുരളീധരൻ വഹിച്ച പങ്ക് ശിവൻകുട്ടി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം നേമത്ത് ബി.ജെ.പി. വീണ്ടും വിജയം നേടി. സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ 4,978 വോട്ടുകൾക്ക് ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തി നേമം പിടിച്ചെടുത്തു. ഈ തോൽവിയിൽ CPM-ന് ആരെയും പഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. കാരണം CPM-നും കോൺഗ്രസിനും ഇത്തവണ വോട്ടുകൾ കുറഞ്ഞു. CPM-ന് 3,600-ഓളം വോട്ടുകളാണ് നഷ്ടമായത്. ഇപ്പോൾ നേമത്തെ തോൽവിയിൽ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് CPM നേതാക്കൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന CPM ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ചിലർ നടത്തിയത്. ബി.ജെ.പി. നേതാക്കളിൽ നിന്ന് പലരും പണം വാങ്ങി ശിവൻകുട്ടിയെ തോൽപ്പിച്ചെന്നാണ് പറയുന്നത്. പണം വാങ്ങിയവർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് പിന്നോക്കം പോയി. പാർട്ടി കമ്മീഷനെ വെച്ചാൽ പണം വാങ്ങിയതിന് തെളിവ് നൽകാമെന്നുവരെ ആരോപണം ഉന്നയിച്ചവർ വ്യക്തമാക്കി. അപ്പോൾ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പില്ലാതിരിക്കില്ല എന്ന് ചുരുക്കം. നേരത്തെ ശിവൻകുട്ടി തന്നെ ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. അത് മുൻ മേയർ കൂടിയായ ആര്യ രാജേന്ദ്രന് എതിരെയായിരുന്നു. ആര്യയ്ക്ക് ചുമതലയുണ്ടായിരുന്ന മേഖലയിൽ 1,500 വോട്ട് ഭൂരിപക്ഷം പ്രതീക്ഷിച്ചപ്പോൾ കിട്ടിയത് 5 വോട്ട് മാത്രമായിരുന്നു എന്നാണ് ശിവൻകുട്ടി ആഞ്ഞടിച്ചത്. ആര്യ പോലും പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന്. ഇപ്പോൾ ചിലർ ഉന്നയിക്കുന്ന പണം വാങ്ങൽ ആരോപണത്തിൽ ആര്യ ഉണ്ടോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. CPM മാത്രമല്ല CPI നേതാക്കളും ശിവൻകുട്ടിയെ തോൽപ്പിക്കാനായാണ് പ്രവർത്തിച്ചത് എന്നതിൻ്റെ തെളിവുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ശിവൻകുട്ടിയെ തോൽപ്പിക്കണമെന്ന് CPI ജില്ലാ കൗൺസിൽ അംഗം VS സുലോചനൻ ആഹ്വാനം ചെയ്യുന്ന ശബ്ദ സന്ദേശം കേരളം കേട്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ CPM-ഉം CPI-യും കൂടി ചേർന്ന് ശിവൻകുട്ടിയെ തേച്ച് നേമത്ത് താമര വിരിയിച്ചു എന്നതാണ് സത്യം.